എവർക്കും എജുവിനിൻ്റെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ ഉപേക്ഷിക്കുമ്പോൾ പകരം എങ്ങനെ മാർക്ക് നൽകണം എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇതേസമയം CBSE +2 പരീക്ഷയുടെ കാര്യത്തിലും തീരുമാനം വന്നിട്ടുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ പരമാവധി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ആകെ 50 മാർക്കാണ് IT പരീക്ഷയ്ക്കുള്ളത്. ഇതിൽ 10 മാർക്ക് CE മാർക്കാണ്. അത് ഇതിനകം വിദ്യാലയങ്ങളിൽ പരീക്ഷാ ഭവന് കൈമാറിയിട്ടുണ്ട്. ബാക്കിയുള്ള 40 മാർക്കിനാണ് ലാബ് അധിഷ്ഠിത പ്രാക്ടിക്കൽ പരീക്ഷ നടത്തേണ്ടിയിരുന്നത്. ഇത് വേണ്ടെന്ന് വെച്ചതോടെ സ്കൂൾ തലത്തിൽ ഹെഡ് മാസ്റ്റർ, ക്ലാസ് അധ്യാപകൻ, IT പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നിവർ ചേർന്ന് വിദ്യാർത്ഥിയുടെ IT പഠന നിലവാരം വിലയിരുത്തലാണ് പരിഗണനയിലുള്ളത്. അതായത് നിങ്ങളുടെ സ്വന്തം വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് ITയുടെ മാർക്ക് നിങ്ങൾക്ക് ഇനി രേഖപ്പെടുത്തുക. അക്കാര്യത്തിൽ നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ ഇതേസമയം CBSE 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കേണ്ടതില്ലെന്ന് കൂടുതൽ സംസ്ഥാനങ്ങൾ ഇന്ന് നടന്ന ഉന്നതതല യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പരീക്ഷ ഉപേക്ഷിക്കണമെന്ന് ഡൽഹിയും മഹാരാഷ്ട്രയും ആവശ്യപ്പെട്ടു. എന്നാൽ സെപ്റ്റംബറിലോ അതിനുശേഷമോ പരീക്ഷ നടത്തുന്ന കാര്യം ആലോചിക്കണമെന്നാണ് കൂടുതൽ സംസ്ഥാനങ്ങളും നിർദ്ദേശിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത്. പരീക്ഷാ നടത്തിപ്പിനുള്ള തീയതി അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മാത്രം പരീക്ഷ നടത്തുകയും ഈ വിഷയങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു വിഷയങ്ങൾക്ക് മാർക്ക് നൽകുകയും ചെയ്യാമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. പരീക്ഷ 1.5 മണിക്കൂറാക്കാം എന്ന നിർദ്ദേശവും ചർച്ചയായി. വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകുന്നതുവരെ പരീക്ഷ നടത്തരുതെന്ന് ഡൽഹി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഒടുവിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിക്ക് വിട്ടു. പരീക്ഷ സംബന്ധിച്ച അന്തിമ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ എടുക്കും.